നസറേത്തിൻ നാട്ടിലെ പാവനി മേരി മാതേ, യേശയ്യാവിൻ മൊഴി ഭൂമിയിൽ മാറിപ്പൂവായി. വെൺമാലാഖ നിൻ നാമം വാഴ്ത്തി, കന്യാവന ശാഖയിൽ കാലമൊരുണ്ണിപ്പൂവായി. ഭക്തിസാന്ദ്രമായ ഒരു തിരുസന്നിധിയിലേക്കാണ് ഇന്നത്തെ എപ്പിസോഡും ഇന്നത്തെ വീഡിയോയും എല്ലാം നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത്. തീർച്ചയായും ഇന്ന് ഞാൻ നിൽക്കുന്നത് പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ തന്നെ സ്വന്തം നാടായ ആലക്കോടാണ്. ആലക്കോടിലെ പ്രസിദ്ധി ആർജിച്ച സെന്റ് മേരീസ് ഫെറോന ചർച്ചിലാണുള്ളത്. ആലക്കോടും കണ്ണൂർ ജില്ലയിലും മറ്റിടങ്ങളിലും എല്ലാം തന്നെ വളരെയേറെ പ്രസിദ്ധി ആർജിച്ച ഒരു ചർച്ച് തന്നെയാണ്. പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ തിരുസന്നിധിയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ജനുവരി 2 മുതൽ ജനുവരി 12 വരെയുള്ള പള്ളി പെരുന്നാളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ വാദ്യഘോഷങ്ങളുടെ ഒക്കെ ശബ്ദ സാന്നിധ്യം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്, കേൾക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും നമുക്ക് പള്ളിക്ക് ഉൾവശത്തിലേക്ക് പോകാം. ഒരുപാട് കാഴ്ചകളുണ്ട്, ഒരുപാട് കഥകൾ പറയാനുണ്ട്. ഞാൻ ഫാദർ ആന്റണി മുന്നൂര്, ആലക്കോട് സെന്റ് മേരീസ് ഫൊറോന ഇടവകയുടെ വികാരിച്ചനാണ്. ജനുവരി 2 മുതൽ 12 വരെ ഇവിടെ തിരുനാളാണ്. ഇന്ന് പ്രധാന തിരുനാൾ ദിവസവും പ്രദക്ഷിണത്തിന്റെ അവസരവുമാണ്. പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആലക്കോട് ഇടവക കൂട്ടായ്മയോടൊപ്പം വർഷങ്ങളായി ഉണ്ട്. പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബിസിനസ് സംരംഭങ്ങൾക്ക് എല്ലാ നന്മകളും ഭാവങ്ങളും നേരുന്നു. ഒപ്പം ഈ ബിസിനസ് സംരംഭം വഴി ഞങ്ങളുടെ കൂട്ടായ്മയ്ക്ക് ഉണ്ടായിട്ടുള്ള എല്ലാ നന്മകളും സ്നേഹപൂർവ്വം ഓർക്കുകയും കൃതജ്ഞതയും പ്രാർത്ഥനയും അർപ്പിക്കുകയും ചെയ്യും. അപ്പൊ ദേ തിരുനാളിനെത്തിയ ഒരു ഫാമിലി നമ്മുടെ കൂടെയുണ്ട്. എന്തായാലും അവരൊന്ന് പരിചയപ്പെട്ടേക്കാം. ഹലോ, എന്റെ ഫാമിലി കൂടിയുണ്ട്. എന്താണ് എന്റെ പേര്? എൻ്റെ പേര് ഗ്രേസി. നിവ്യ, സിന്ധു. ഞങ്ങൾ പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്നാണ് വരുന്നത്. സോ എങ്ങനെയാണ് പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്? കേട്ടിട്ടുണ്ടോ, പോയിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, പോയിട്ടുണ്ട്. എങ്ങനെയാണ് കളക്ഷൻസിനെ കുറിച്ച് എന്താ അഭിപ്രായം? കളക്ഷൻസ് ഇഷ്ടപ്പെട്ടു. ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. ജ്വല്ലറി നല്ലത് തന്നെ. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഗോൾഡ് റേറ്റ് ഒക്കെ കൂടി വരുന്നൊക്കെ കാര്യം നമുക്കറിയാം. സ്വർണ്ണം എന്ന് പറയുന്നത് ഭയങ്കര ഇപ്പം നമുക്ക് വാങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ല ആൻറ്റി, കല്യാണം കഴിയുന്ന സമയത്തൊക്കെ എങ്ങനെയായിരുന്നു സ്വർണത്തിൻ്റെ വില? 3000 രൂപയായിരുന്നു വില. ഓക്കെ, ഇപ്പം അത് നമുക്ക് വലിയ 50,000-നൊക്കെ അപ്പുറത്തേക്ക് എത്തി നിൽക്കുകയാണ് അല്ലേ? എങ്ങനെ, ടെൻഷൻ ഉണ്ടോ? കുറച്ചുണ്ട്. ആണോ? ഇദ്ദേഹത്തെയൊക്കെ ആലോചിക്കുമ്പോൾ എങ്ങനെ ടെൻഷൻ തോന്നുന്നുണ്ടോ? നല്ല ടെൻഷനുണ്ട്. നല്ല ടെൻഷനുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ടെൻഷൻ്റെ ഇടയിൽ ഒരു സമ്മാനമൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോകാനുള്ള ഒരു അവസരമാണ് ഞാനിപ്പോൾ തരുന്നത്. ഞാനൊരു ചോദ്യം ചോദിക്കാം. അപ്പോൾ ആ ചോദ്യത്തിന് കറക്റ്റായിട്ട് നല്ലൊരു അടിപൊളി ആൻസർ ചെയ്താൽ സമ്മാനമൊക്കെ ആയിട്ട് വീട്ടിലേക്ക് പോവാം. ചോദിക്കട്ടെ? ഓക്കെ, ഏറ്റവും കൂടുതൽ റോക്കറ്റ് വിക്ഷേപിക്കുന്ന ചെടി ഏതാണ്? തുമ്പ. ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആയോ ചോദിച്ചു പോയത്? ആണോ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആയോ? തുമ്പ കണ്ടിട്ടുണ്ടോ? തുമ്പ കണ്ടിട്ടുണ്ട്. വീട്ടിലുണ്ടല്ലേ? ഓക്കെ, തുമ്പയൊന്നും ഇപ്പൊ കാണാനില്ല. നമ്മൾ വളരെ ചെറുപ്പത്തിലെങ്ങാനും കണ്ടാണ്. ഇപ്പോഴും തുമ്പയുണ്ട്. വെളുത്ത പൂവുള്ള വെളുത്ത പൂവുള്ള തുമ്പ എന്തായാലും ഈ ഫാമിലിയുടെ കൂടെ വീട്ടിലൊക്കെ ഉണ്ടല്ലേ? ഓക്കെ, അപ്പൊ അതെന്തായാലും അതായിരുന്നു ഉത്തരം. സോ എന്തായാലും നമ്മുടെ അടിപൊളിയായിട്ട് ഉത്തരമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഒരു സമ്മാനം വാങ്ങാം അല്ലേ? അപ്പൊ സമ്മാനം എല്ലാരും കൂടെ ഒരുമിച്ച് പിടിച്ചോ. എന്ത് തോന്നുന്നു? ഹാപ്പി. ഓക്കെ, അപ്പൊ ഞങ്ങളും ഡബിൾ ഹാപ്പി. ഹലോ ചേച്ചി, ഞങ്ങൾ പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്നാണ് വരുന്നത്. പേരെന്താണ് ചേച്ചിയുടെ? ഷൈനി. ഷൈൻ ചേച്ചി. ഓക്കെ, ഷൈൻ ചേച്ചി എവിടെ നിന്നാണ് വരുന്നത്? നെടുവോട്. നമ്മുടെ പരപ്പ അല്ലേ? ഓക്കെ, അപ്പൊ പരപ്പ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്തായാലും അറിയാം. അപ്പൊ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യാറുണ്ടോ? എടുത്തിട്ടുണ്ട്. എന്തൊക്കെ എടുത്തിട്ടുള്ളത്? കമ്മലൊക്കെ എടുത്തിട്ടുണ്ട്. ഇഷ്ടമുള്ളതൊക്കെ അവിടുന്ന് കിട്ടി. അപ്പൊ എന്തായാലും നമ്മുടെ ആലക്കോട് പള്ളിയിൽ വന്നിരിക്കുകയാണ്. എങ്ങനെയാണ്, പള്ളിയിലൊക്കെ സന്ദർശിച്ചോ? വലിയ പള്ളിയിൽ ഇപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. പള്ളിയിലോട്ട് പോകാൻ പോകുന്നതാണ്. അപ്പൊ എന്നാലും പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വരുന്നതാണ്. ഒരു കുട്ടി ചോദ്യം ചോദിക്കാം, കറക്റ്റ് ആയിട്ട് ഒരു ഉത്തരം പറഞ്ഞാൽ ഒരു സമ്മാനം തരാം. ഭാഗ്യം ഇപ്പോൾ എന്ന് വിളിച്ചറിയിക്കുന്ന നഗരം ഏത്?
ഓക്കെ, ഭാഗ്യം ഇപ്പോൾ എന്ന് വിളിച്ചറിയിക്കുന്ന നഗരം ഇത്. ഓക്കെ, അറിയത്തില്ല. ഓക്കെ ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. എന്തായാലും ചേച്ചി എന്താ അടിപൊളിയായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. എന്തായാലും താങ്ക് യു സോ മച്ച് ചേച്ചി. നമ്മളോട് ഒരു ചേച്ചി ഇവിടെ ഉണ്ട്. എന്താ ചേച്ചി പേരെന്താ? പേര് സ്വപ്ന. സ്വപ്ന. ഓക്കെ, സ്വപ്ന ചേച്ചി എവിടുന്നാ വരുന്നത്? ഞാനിപ്പം വരുന്നത് നെടുവോടാണ്. എന്റെ വീട് മൈസൂരാണ്. ഓക്കെ, മൈസൂരിൽ നിന്ന് വരികയാണ്. ആലക്കോട് പള്ളിയിലേക്ക് വന്ന. ഓക്കെ, പെരുന്നാൾ ഇവിടെ മൈസൂരിൽ നിന്ന് വന്നതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഞങ്ങൾ പടിഞ്ഞാറ് ഗോൾഡൻ ഡയമണ്ട്സ് എന്നാണ് വരുന്നത്. അങ്ങനെയാണ്, അറിയാമോ? അറിയാലോ. ഓക്കെ, മൈസൂരാണെങ്കിലും നമ്മള് നാട്ടിലെ നാട്ടിൽ വരുമ്പോൾ ഞങ്ങൾ ഇവിടുന്ന് സ്വർണ്ണം എടുക്കാറുണ്ട്. ഓക്കെ, അപ്പൊ എന്ത് തോന്നുന്നു നമ്മുടെ കളക്ഷൻസിനൊക്കെ കുറിച്ചിട്ട്? നല്ല കളക്ഷൻസ് ഉണ്ട്. ഞങ്ങൾ എല്ലാ വർഷവും വരുമ്പോൾ സാധാരണ വന്ന് നോക്കാറുണ്ട്, എടുക്കാറുമുണ്ട്. അതെ അല്ലെ? ഓക്കെ, അപ്പൊ എന്തായാലും മൈസൂരിൽ നോക്കി ഇവിടെ വന്നിട്ടാണ് കളക്ഷൻസ് ഒക്കെ നോക്കിയിട്ട് എടുക്കുന്നത്. ജ്വല്ലറീസ് ഒക്കെ. അപ്പൊ എന്തായാലും നല്ല കളക്ഷൻസ് ആണ്. ഞാനൊരു മൂവി ഡയലോഗ് പറയാം, അത് ഏത് സിനിമയിലാണെന്ന് പറയണം. സിനിമ കാണുന്ന ആളാണോ? കാണാറുണ്ട്. സിനിമ ഇഷ്ടമാണ്. ഇത്രയ്ക്ക് ചീപ്പാണോ ആർട്ടിസ്റ്റ് ബേബി? ഇത്രയ്ക്ക് ചീപ്പാണോ ആർട്ടിസ്റ്റ് ബേബി? എന്തായാലും ഒരു ക്ലൂ തരാം. ഒരു പ്രതികാരാണ്, ഒരാളുടെ പ്രതികാരാണ് ക്ലൂ. മഹേഷിന്റെ പ്രതികാരമാണ്. ഓക്കെ, മഹേഷിന്റെ പ്രതികാരം കറക്റ്റ് ആൻസർ ആണ് ഉത്തരം പറഞ്ഞത്. ഓക്കെ, എന്തായാലും നല്ലൊരു അടിപൊളി സമ്മാനമൊക്കെ വാങ്ങിയിട്ട് ഇനിയിപ്പോ വീട്ടിലേക്ക് പോകാല്ലേ? ഓക്കെ, അപ്പൊ അതിനു മുമ്പ് എന്തായാലും നമ്മുടെ പടിഞ്ഞാറ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ സർവീസിനൊക്കെ കുറിച്ച് ബാക്കി എന്താ പറയാനുള്ളത്? ഞങ്ങൾ ചിട്ടിക്കൊക്കെ ചേർന്നിട്ടുണ്ട്. അപ്പൊ എല്ലാ വർഷം വരുമ്പോൾ സ്വർണ്ണം എടുത്ത് ഞങ്ങൾ പോകാറുണ്ട്. അവധിക്കാലത്തിൽ വരുന്ന പോകാറുണ്ട്. ഓക്കെ ഓക്കെ, എന്തായാലും അടിപൊളി. ഓക്കെ, അപ്പൊ എന്തായാലും സമ്മാനം വേണ്ടേ? വേണം. എന്തായാലും പിന്നെ ഉത്തരം പറഞ്ഞ സമ്മാനം വേണ്ടായിരുന്നല്ലേ? ഓക്കെ, അപ്പൊ സമ്മാനം ഇതാ ചേച്ചിക്ക് വേണ്ടി ഒരു സമ്മാനം, അടിപൊളി സമ്മാനമാണ് പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ. താങ്ക് യു. ഓക്കെ, അപ്പൊ എന്താ ഹാപ്പിയാണ്? അതെ. ഓക്കെ, താങ്ക് യു. മറ്റൊരു ചേച്ചി കൂടെ നമ്മുടെ കൂടെയുണ്ട്. ഹലോ ചേച്ചി, പേരെന്താ? ജോളി. ഓക്കെ, ജോളി ചേച്ചിയാണ്. ഓക്കെ, അപ്പൊ ജോളി എന്ന് പറയുമ്പോ ജോളി വേറെ ഏതൊക്കെയോ പേരുമായിട്ട് മാച്ച് വരുന്നുണ്ടല്ലേ? അങ്ങനെ ആരെങ്കിലും പറയാറുണ്ടോ? അങ്ങനെ അന്നൊക്കെ പറയുമായിരുന്നു, പക്ഷെ ഇപ്പാരും പറയാറില്ല. ഓക്കെ, ഇപ്പൊ സന്തോഷം. കുഴപ്പമില്ല, ഇപ്പൊ ഒരു സമാധാനമുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും കൂടുതൽ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് പാലക്കോടിലേക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, വലിയ തിരുനാളാണ്. എല്ലാ വർഷവും കൂടുന്നുണ്ട്. ഓക്കെ, എല്ലാ വർഷവും വരുന്നുണ്ട്, കൂടാറുണ്ടല്ലേ? ഓക്കെ, അപ്പൊ ഇപ്പൊ വന്നേ ഉള്ളോ? അല്ല, ഞങ്ങൾ രാവിലെ ഇവിടെ ഞങ്ങൾക്ക് കൂടെ ഒരു ഷോപ്പുണ്ട് ആലക്കോട്. ഓക്കെ, ഇങ്ങോട്ട് വരുന്നു. അതെ അതല്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ വന്നിരിക്കുമ്പോൾ നല്ല സമാധാനമുണ്ട്. ഓക്കെ, അപ്പൊ ഞങ്ങൾ എന്തായാലും പടിഞ്ഞാറ് ഗോൾഡൻ ഡയമണ്ട്സിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ചേച്ചിയുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ, കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ. ചോദ്യം കറക്റ്റ് ആണെങ്കിൽ അതിന് ഉത്തരവൊക്കെ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നല്ലൊരു അടിപൊളി സമ്മാനം തരാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനു മുമ്പ് നമ്മുടെ പടിഞ്ഞാറ് ഗോൾഡൻ ഡയമണ്ട്സിൽ എങ്ങനെയാണ് വിസിറ്റ് ചെയ്തിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. ഓക്കെ, എന്താണ് കളക്ഷൻസിനെ കുറിച്ച് അഭിപ്രായം? കളക്ഷൻസ് ഒക്കെ ഒരുപാടുണ്ട്. ലൈറ്റ് വെയിറ്റ് ഉണ്ട്. ഒരുപാടുണ്ട്. ഓക്കെ, എങ്ങനെ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ആണോ കൂടുതൽ ഇഷ്ടം? ലൈറ്റ് വെയിറ്റ് ഇഷ്ടം കൂടുതൽ ഇഷ്ടമൊക്കെ അല്ലേ? ഇവിടെയൊക്കെ ലൈറ്റ് വെയിറ്റ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ എന്തായാലും എങ്ങനെ ബാക്കി സർവീസിനെ കുറിച്ചൊക്കെ എന്താ പറയാ? നല്ല, അവിടെ ചെന്നാലും നല്ല സർവീസ് ഉണ്ട്, നല്ല പെരുമാറ്റമുണ്ട്, എല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ചേച്ചിയുടെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കാം അല്ലേ? ഇപ്പൊ നമ്മൾ പടിഞ്ഞാത്തിനെ കുറിച്ചാണ് കുറച്ചു നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. സോ എന്തായാലും പടിഞ്ഞാത്തിനെ കുറിച്ച് തന്നെ ചോദിക്കാം. നമ്മൾ പടിഞ്ഞാത്തിന് ആക്ച്വലി ഒരിടത്ത് മാത്രമല്ല ഷോറൂംസ് ഉള്ളത്, കുറച്ച് ഷോറൂംസ് കൂടെ ഉണ്ട്. അപ്പൊ അത് എവിടെയൊക്കെയാണ്, എത്ര ഷോറൂംസ് ഉണ്ട് നമ്മുടെ പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ? ചെറുപുഴയുണ്ട്, ഇവിടെ ആലക്കോടുണ്ട്, പാടിയോട്ടിയാലുണ്ട്, പിന്നെ പരപ്പയുണ്ട്. ഇത്രയും. ഓഹോ, പടിഞ്ഞാത്തിനെ കുറിച്ച് നല്ല രീതിയിൽ റിസർച്ച് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നല്ലോ. ഇവിടെ എല്ലായിടത്തും പോയിട്ട് വാങ്ങുന്നുണ്ടോ? ഇല്ല, ഞങ്ങളിവിടെ ആലക്കോട് കയറിയിട്ടുള്ളൂ. ആലക്കോട്, വീട് ആലക്കോടായോണ്ട്? വീട് ഞങ്ങൾ നെടുവോടാ. ഓക്കെ, ആലക്കോട് ഷോപ്പാണ് അടുത്ത്. ഇവിടെ ആലക്കോടാണ് അടുത്തുള്ളത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ആലക്കോട് നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും നല്ലൊരു അടിപൊളിയായിട്ട് കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കൂടുതൽ സമാധാനത്തിനും സന്തോഷമൊക്കെ തന്നിട്ട് വീട്ടിൽ പോവാല്ലേ? ഒത്തിരി സന്തോഷമായി. ഓക്കെ, അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു സമ്മാനം കൊടുത്തു. ഓക്കെ, സമ്മാനം ഉണ്ട് നമുക്ക്. പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഒരു അടിപൊളി സമ്മാനമാണ് ചേച്ചിക്ക് വേണ്ടിയിട്ടുള്ളത്. എന്ത് തോന്നുന്നു ചേച്ചി? ഹാപ്പിയാണോ? വളരെ ഹാപ്പിയായി. പ്രതീക്ഷിക്കാതെ കിട്ടിയ ഗിഫ്റ്റാണ്. ഒത്തിരി സന്തോഷം. നമ്മൾ അങ്ങനെയാണ്, പ്രതീക്ഷിക്കാതെ അങ്ങനെ ഇടിച്ചു കയറി സമ്മാനം സന്തോഷമൊക്കെ തരുവാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. എൻ്റെ പേര് തോമസ് മാണി കളപ്പരിയിൽ. ഇതിൻ്റെ പ്രോഗ്രാം കമ്മിറ്റിയുടെ കൺവീനറാണ്. കാലാകാലങ്ങളായിട്ട് പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആലക്കോട് മാതാവിൻ്റെ പെരുന്നാളുമായിട്ട് എല്ലാ വർഷങ്ങളിലും വളരെ നിസ്വാർത്ഥമായ രീതിയിലുള്ള സഹകരണമാണ്. ഒരു ഇടവകാംഗം എന്നുള്ള നിലയിൽ തന്നെ, ഈ ആലക്കോട്ടെ ബിസിനസ്സുകാരൻ എന്നുള്ള നിലയിൽ തന്നെ വളരെ ആത്മാർത്ഥമായിട്ടാണ് ഞങ്ങളുമായിട്ട് സഹകരിക്കുന്നത്.
എല്ലാ കാര്യത്തിലും പള്ളിയുടെയും ഇത് സംബന്ധമായ എല്ലാ കാര്യത്തിലും പ്രത്യേകിച്ച് ജോണേട്ടൻ വളരെ ഹാർദവമായ സ്വാഗതമാണ് ഞങ്ങൾക്ക് എപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നത്. ഈ തിരുനാൾ ദിനത്തിൽ, ഈ സന്തോഷ ദിവസത്തിൽ പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന് എല്ലാവിധ അനുഗ്രഹങ്ങളും കൃപകളും ഭാവിയിലേക്ക് എല്ലാവിധ ഉന്നതി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് എല്ലാവിധ ആശംസകളും നേരുന്നു. പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയോട്ടുചാൽ. എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂംസ് ചെറുപുഴ, പരപ്പ ആൻഡ് ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ.